നമസ്കാരം. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലെ അൽ ഷിഫ ആശുപത്രിയിൽ നിന്നും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നഗരത്തിൽ നിന്നും 409 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിലിന് മണ്ണുമാന്തി യന്ത്രം അടക്കം ഉപകരണങ്ങൾക്കായി പലസ്തീൻ രക്ഷാപ്രവർത്തക സംഘം രാജ്യാന്തര സഹായം തേടി. കൈറോയിലെ സമാധാന ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസിനും ഇസ്രായേലിനും മുൻപാകെ വെച്ചിട്ടുണ്ട്. ഇന്നലെ മധ്യ ഗാസയിലും തെക്കൻ ഗാസയിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 153 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 33,360 75,933 പേർക്ക് പരുക്കേറ്റു. ഖാൻ യൂനിസിൽ വീടുകളടക്കം 55% കെട്ടിടങ്ങളും തകർന്നതായി പഠനസംഘം വെളിപ്പെടുത്തി. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹ ഡേറ്റ അടിസ്ഥാനമാക്കി സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ഗ്വാജേറ്റ് സെന്റർ നടത്തിയ പഠനത്തിൽ 45,000 കെട്ടിടങ്ങൾ തകർന്നതായി കണ്ടെത്തി. വടക്കൻ ഗാസയിൽ 70%-ലേറെ കെട്ടിടങ്ങളായിരുന്നു തകർന്നത്. 6 മാസം വെടിനിർത്തൽ, 40 ബന്ദികൾക്ക് പകരം 700 പലസ്തീൻ തടവുകാർ, വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ നീക്കൽ തുടങ്ങിയ ശുപാർശകളാണ് പുതിയ വെടിനിർത്തൽ കരാറിൽ ഉള്ളത്. 253 ബന്ദികളിൽ 133 പേരാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ ശേഷിക്കുന്നത്. അതിനിടെ ആക്രമണത്തിന് മുന്നോടിയായി റഫേൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കാനായി ഇസ്രായേൽ 40,000 കൂടാരങ്ങൾ വാങ്ങിയതായി റിപ്പോർട്ടുണ്ട്. റഫ ആക്രമണത്തിന് തീയതി കുറിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി വിലക്കിയതിന് പിന്നാലെ തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഇസ്രായേലും നീക്കം തുടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിൽ ദശകങ്ങളായി കലുഷിത ബന്ധമാണെങ്കിലും വ്യാപാരം സാധാരണ നിലയിലായിരുന്നു. ഗാസയിൽ ബന്ദികളായവരുടെ കുടുംബാംഗങ്ങളുമായി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ നവംബർ 22-നും ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിനിധികൾ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കൈറോ സമാധാന ചർച്ചയിൽ പുരോഗതിയുള്ളതായി ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ധാരണയൊന്നുമായിട്ടില്ലെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഹമാസ് ഇസ്രായേൽ പ്രതിനിധികൾക്കൊപ്പം US ചാരസംഘടനയായ CIAയുടെ മേധാവി വില്യം ബേൺസും പങ്കെടുത്തിരുന്നു. ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് അടിയന്തര വെടിനിർത്തൽ ധാരണയ്ക്കായിരുന്നു US ശ്രമം. അതേസമയം ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലിന് മേൽ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് തുർക്കി. സിമന്റ്, ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ 54 വസ്തുക്കളുടെ കയറ്റുമതിക്കാണ് നിയന്ത്രണം. അതിനിടെ ഗാസയ്ക്ക് കൂടുതൽ സഹായം അനുവദിക്കാൻ നിർബന്ധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. ഗാസയ്ക്ക് വ്യോമമാർഗം സഹായം നൽകാനുള്ള ശ്രമം ഇസ്രായേൽ തടഞ്ഞെന്ന് തിങ്കളാഴ്ച തുർക്കി ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് വ്യാപാര നിയന്ത്രണം കൊണ്ടുവന്നത്. ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലേക്ക് തടസ്സമില്ലാതെ ജീവകാരുണ്യ സഹായം എത്തിക്കാനുള്ള വഴി തുറക്കുകയും ചെയ്യും വരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് തുർക്കി വ്യാപാര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അവ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നും അതിന് പ്രസിഡന്റ് രജബ് തയ്യിബ് ഉർദുഗാൻ അംഗീകാരം നൽകിയെന്നും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ പറഞ്ഞു. അതേസമയം റഫ ആക്രമിക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ കക്ഷി നേതാവുമായ ഇതാമർ ബെൻ ഗിവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഫ ആക്രമണം ഒഴിവാക്കണമെന്ന് സഖ്യകക്ഷിയായ US ആവശ്യപ്പെടുമ്പോഴും തീവ്ര വലതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന നെതന്യാഹു അത് സ്വീകരിക്കാനാവാത്ത അവസ്ഥയിലായി. റഫ അടക്കം എല്ലായിടത്തു നിന്നും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് തന്നെയാണ് നെതന്യാഹു ഞായറാഴ്ച പറഞ്ഞിരുന്നത്. റഫ ആക്രമണത്തിന് മുന്നോടിയായാണ് തെക്കൻ ഗാസയിൽ നിന്നുള്ള സേനാ പിന്മാറ്റമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഇസ്രായേലിന് ആയുധം നൽകുന്ന ജർമ്മനിക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നിക്കരാഗ്വ നൽകിയ പരാതിയിൽ രാജ്യാന്തര കോടതിയിൽ വാദവും തുടങ്ങി. ആയുധം നൽകുന്നതിലൂടെ ജർമ്മനി വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും ഇത് ജനീവ കൺവെൻഷൻ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നുമായിരുന്നു നിക്കരാഗ്വയുടെ ആരോപണം. സൈന്യം ഒഴിഞ്ഞ ഖാൻ യൂനിസിലേക്ക് പലസ്തീൻകാർ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ റാഫയിലെ തിരക്കിന് ചെറിയ ശമനമുണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ 15 ലക്ഷത്തോളം പലസ്തീൻകാരാണ് റാഫയിൽ അഭയാർത്ഥി കൂടാരങ്ങളിൽ ഉള്ളത്.